ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മലയാളത്തിലും ഏഷ്യാനെറ്റിലും ബിഗ് ബോസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ ബിഗ് ബോസ് ഫാനായവരിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും ഉറപ്പായിട്ടും ബിഗ് ബോസിൽ പോകാനായിട്ട് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ബിഗ് ബോസിനെ കുറ്റം പറയുന്നവരുണ്ട്. പക്ഷെ ഇങ്ങനെ കുറ്റം പറഞ്ഞാലും അവർക്കൊരു ചാൻസ് കിട്ടിയാൽ ബിഗ് ബോസിൽ പോകുന്നുള്ള കാര്യം 100% ഉറപ്പ് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്കൊരു കോൾ വരികയാണ്. ബിഗ് ബോസിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ ഒരു ഏജൻസിയാണ്. നിങ്ങളെ ബിഗ് ബോസിൽ പങ്കെടുപ്പിക്കാം. പക്ഷെ നിങ്ങൾ പേയ്മെന്റ് ആയിട്ട് ഇത്ര രൂപ ചെയ്യണം. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മോഹന വാഗ്ദാനങ്ങളൊക്കെ ആയിരിക്കും അവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലൊരു സംഭവം വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവരിൽ ഒരു നല്ല ശതമാനം ആളുകളും ഈ ഒരു തട്ടിപ്പിൽ വീണു പോകും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടാണ് ഏഷ്യാനെറ്റ് ഒരു പുതിയൊരു വാർത്താക്കുറിപ്പ് ഒരു സംഭവം ഇട്ടിട്ടുള്ളത്. ഒരിക്കലും ബിഗ് ബോസിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പണമോ അങ്ങനെ സംഭവങ്ങൾ എന്തെങ്കിലും വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു തട്ടിപ്പിൽ വീണു പോകരുതെന്ന്. ഒരിക്കലും ഏഷ്യാനെറ്റ് ബിഗ് ബോസിൽ ആളുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഏജൻസിനെയോ അങ്ങനെ ഒരു സംഭവങ്ങളും ഒരു വ്യക്തിനെയോ അങ്ങനെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് ഏഷ്യാനെറ്റ് പറയുന്നത്. അപ്പോൾ ബിഗ് ബോസിൽ പങ്കെടുക്കുന്നതിന് ഏഷ്യാനെറ്റിന്റെ തന്നെ ചില നടപടിക്രമങ്ങളുണ്ട്. അത് നമ്മൾ ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് കഴിയും. അപ്പോൾ അതിൽ അപേക്ഷ അയക്കുക, അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഏഷ്യാനെറ്റ് തന്നെ നമുക്കറിയാം പലരോടും അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളെ, അതായത് സമൂഹത്തിൽ നല്ലൊരു വാർത്താ പ്രാധാന്യം നേടുന്ന ആളുകളെ അങ്ങനെയൊക്കെ ഏഷ്യാനെറ്റ് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാറാണ് പതിവ്. അതുപോലെ തന്നെ കോമണർ ആയിട്ട് ഒരാൾ വരാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഒരാൾക്ക് വന്നങ്ങനെ എടുത്തിട്ട് പോകാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പണം കൊണ്ട് അതിലെത്താനൊന്നും കഴിയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെയുള്ള തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ടാകാം. ഏഷ്യാനെറ്റ് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പറ്റിച്ച് ഇങ്ങനത്തെ സംഭവമൊക്കെ നടക്കുന്നത് കൊണ്ടാകാം ഒരുപക്ഷെ ഏഷ്യാനെറ്റ് ഇങ്ങനൊരു സംഭവം ഇറക്കിയിട്ടുള്ളത്. എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ ബിഗ് ബോസിന്റെ പുതിയ സീസൺ ആരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ബിഗ് ബോസിലെ മോഹൻലാൽ തന്നെയാണോ ആങ്കറായിട്ട് വരാൻ പോകുന്നത് നമുക്കറിയത്തില്ല. എന്താണെങ്കിലും വരാൻ പോകുന്ന ബിഗ് ബോസിന്റെ സീസണിൽ നല്ല അടിപൊളി ആളുകളായിരിക്കും. ഇതുപോലെ സമൂഹത്തിൽ നല്ല ഇൻഫ്ലുവൻസ് ഉള്ള, അതുപോലെ കുപ്രസിദ്ധിയായാലും നല്ല പ്രസിദ്ധിയാണെങ്കിലും നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ ആരും പോയി വീഴാതിരിക്കുക. അപ്പോൾ ഇതിൻ്റെതായ നടപടിക്രമങ്ങൾ എല്ലാത്തിനും ഉണ്ടെന്ന് മനസ്സിലാക്കുക. എന്താണെങ്കിലും പുതിയൊരു ബിഗ് ബോസിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ബിഗ് ബോസിന്റെ നല്ല അടിപൊളി വീഡിയോസുകളൊക്കെ, പുതിയ അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ ഈ ചാനൽ ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അതർ ന്യൂസും എല്ലാ കാര്യങ്ങളെ പറ്റി ഈ ചാനൽ സംസാരിക്കുന്നുണ്ട്. മാക്സിമം ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ. ബൈ ബൈ.